യേശുവിൻ്റെ കൂട്ടായ്മയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ഏറെ സന്തോഷത്തോടുകൂടി ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 45 അധ്യായം 7 തിരുവചനം. ആകയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്നുയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനം സത്യമാണ്. ആ സത്യവേദ പുസ്തകത്തിലെ വചനമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. ദൈവം നിന്റെ ദൈവം, ഓരോ വ്യക്തികളുടെയും ദൈവം, സർവശക്തനായ ദൈവം. ആ ദൈവമാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും ഉയർത്തി ഇപ്പോൾ എല്ലാം നൽകിക്കൊണ്ട് ആനന്ദത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെ നമ്മൾ എന്തെല്ലാം പരാതിയും പരിഭവങ്ങളും ആ ദൈവത്തിൻ്റെ മുന്നിൽ പറഞ്ഞുവോ, എൻ്റെ കുറവുകൾ എന്തെല്ലാം പറഞ്ഞുവോ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ എന്തെല്ലാം പറഞ്ഞു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു, അതെല്ലാം എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുകയും എൻ്റെ കൂടെ നടക്കുകയും ചെയ്യുന്ന എൻ്റെ ദൈവം അതിൽ നിന്നെല്ലാം എന്നെ ഉയർത്തി എനിക്ക് ഇന്ന് സന്തോഷം നൽകിയിരിക്കുന്ന ദിവസമാണ്. ആമേൻ 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 ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം കൈപിടിച്ചുയർത്തും. നിങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റിക്കൊണ്ട്, വിഷമങ്ങൾ മാറ്റിക്കൊണ്ട് ആനന്ദം ദൈവം പകരും. ഈ ദൈവവചനം എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് സംഭവിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് ആനന്ദമുണ്ടാകുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവിൻ്റെ ശ്രമം. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ആനന്ദിക്കുവാൻ വേണ്ടിയാണ്. സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മറ്റാരുടെയും ദൈവമല്ല, എൻ്റെ ദൈവം, എൻ്റെ ദൈവമാണെന്ന് പറയുവാനുള്ള ചങ്കുറപ്പ് നമുക്കുണ്ടാകണം. ജീവിക്കുന്ന എൻ്റെ കർത്താവാണെന്ന് പറയുവാൻ, ആ ദൈവത്തിന് സാക്ഷിയാകുവാൻ നമ്മൾ വില കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം സന്തോഷം നൽകുന്നത്, നമ്മളെ ആ സമൂഹത്തിൽ ഉയർത്തുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.